ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ധനുമാസം അവസാനിക്കുകയാണ് നാളെ 14-ാം തീയതി. അതുകൊണ്ട് നാളത്തെ ദിവസം നിങ്ങൾ എല്ലാം വൃത്തിയാക്കി, വീടും പരിസരവും എല്ലാം വൃത്തിയാക്കി ഭഗവാനെ പ്രത്യേകിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കണം. എത്രത്തോളം പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടോ അത്രത്തോളമൊക്കെ നിങ്ങൾ പ്രാർത്ഥിക്കണം. 15-ാം തീയതി നമുക്ക് എല്ലാവർക്കും എന്ത് ചെയ്യണം? സൂര്യദേവന് പൊങ്കാല അർപ്പിക്കണം. നമ്മുടെ അടുക്കളയ്ക്കകത്തെങ്കിലും വെച്ച് നമ്മൾ അല്പം പായസം ഉണ്ടാക്കി, നമ്മളൊരു പുതിയ കലമൊന്നും നിങ്ങൾ മേടിക്കണമെന്നൊന്നുമില്ല. നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കാത്ത ഏതെങ്കിലും ഒരു പാത്രമുണ്ടെങ്കിൽ ആ പാത്രത്തിലെങ്കിലും നമ്മൾ അല്പം ശർക്കര പായസം ഉണ്ടാക്കി സൂര്യഭഗവാനെ പ്രാർത്ഥിച്ച് നമ്മൾ പൂജാമുറിയിലൊക്കെ വെച്ച് പ്രാർത്ഥിക്കണം. അതൊക്കെ വളരെ നിർബന്ധമായിട്ടും ചെയ്യേണ്ടതാണ്. പല ജില്ലകൾക്കും അവധിയൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിങ്ങളത് പ്രാർത്ഥിക്കണം. അതുപോലെ നാളത്തെ ദിവസം, ധനുമാസത്തെ അവസാനത്തെ ദിവസമാണ് നാളെ എന്ന് പറയുന്നത്, 14-ാം തീയതി. നാളെ വളരെ പ്രത്യേകതയുള്ളൊരു ദിവസമാണ്. ചതുർത്ഥിയാണ് നാളത്തെ ദിവസം, ചതുർത്ഥി തിഥി. അപ്പോൾ ചതുർത്ഥി നമുക്കറിയാം ആരെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്? വിഘ്നേശ്വരനെയാണ് പ്രാർത്ഥിക്കേണ്ടത്. വിഘ്നേശ്വരന് പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് ചതുർത്ഥിയും ബുധനാഴ്ചയും. ബുധനാഴ്ച ദിവസവും നിങ്ങൾക്ക് ഗണപതി ക്ഷേത്ര ദർശനം നടത്തുകയും വീട്ടിലിരുന്ന് തന്നെ ഗണപതിയെ പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യാം. അതുപോലെ ചതുർത്ഥി തിഥിയിലും നിർബന്ധമായും ഭഗവാനെ പ്രാർത്ഥിക്കണം. അപ്പോൾ ഈ മാസത്തെ അവസാനത്തെ ചതുർത്ഥിയാണ് ഞായറാഴ്ച ദിവസം വരുന്ന ഈ ചതുർത്ഥി തിഥി എന്ന് പറയുന്നത്. അന്ന് നമുക്ക് ഭഗവാനെ പ്രാർത്ഥിക്കാം. അപ്പോൾ ഭഗവാനെ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായും അറിഞ്ഞിരിക്കണം. നിങ്ങളുടെ വീട്ടിൽ ഭഗവാന്റെ ഫോട്ടോയോ അതല്ലെങ്കിൽ വിഗ്രഹമോ ഉണ്ടെങ്കിൽ, അതായത് വിഘ്നേശ്വരൻ്റെ ഫോട്ടോയോ വിഗ്രഹമോ ഉണ്ടെങ്കിൽ നിങ്ങളത് വടക്ക് കിഴക്ക് ഭാഗത്ത്, അതായത് ഒന്നുകിൽ കിഴക്ക് ഭാഗത്തായിട്ട് വെക്കണം. അതായത് പടിഞ്ഞാറോട്ട് തിരിഞ്ഞ് വേണം ഭഗവാന്റെ ദർശനം എപ്പോഴും ഉണ്ടാകേണ്ടത്. അല്ലാതെ തെക്കോട്ടോ വടക്കോട്ടോ ഒന്നും തിരിച്ച് വെക്കരുത്. ഭഗവാൻ ഒരിക്കലും തെക്കോട്ട് നോക്കി, ഭഗവാന്റെ മുഖം ഒരിക്കലും തെക്കോട്ട് നോക്കി ഇരിക്കാൻ പാടില്ല. കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ നോക്കി വേണം ഭഗവാന് ദർശനം ഇരിക്കാനായിട്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. തെക്കോട്ട് നോക്കി ഇരുത്തരുത്. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ വീട്ടിൽ വിഗ്രഹങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, പൊട്ടിയ വിഗ്രഹങ്ങളുണ്ടെങ്കിൽ നിങ്ങളത് പൂജാമുറിയിലോ വീട്ടിലോ ഒന്നും സൂക്ഷിച്ച് വെക്കരുത്. അത് ഏതെങ്കിലും ഒഴുക്കുള്ള നദികളിൽ ഒഴുക്കിക്കളയുക. ജലം ഒഴുകി പോകുന്ന പ്രദേശത്ത് ഒഴുക്കുക. അതാണ് ചെയ്യേണ്ടത്. കടലിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒഴുകി പോകുന്ന ജലാശയങ്ങൾ ഒഴുക്കുക. അതാണ് ചെയ്യേണ്ടത്. ഒരിക്കലും പൊട്ടിയതൊന്നും വീട്ടിൽ വെച്ച് പ്രാർത്ഥിക്കരുത്. പിന്നെ നിങ്ങളോട് പറയാനുള്ള മറ്റൊരു കാര്യം, ഗണപതി ക്ഷേത്രങ്ങളിൽ നിങ്ങൾ എത്ര വലത്തിട്ടാണ് പ്രാർത്ഥിക്കുന്നത്? ഒരു വലത്തിട്ടാൽ മതി ഗണപതിക്ക്. അതിൽ കൂടുതൽ വലത്തിടണ്ട. ഒരു വലത്തിട്ട് ഗണപതിയെ പ്രാർത്ഥിച്ചാൽ മതി. പിന്നീട് ഗണപതിയെ പറ്റി പറയാനുള്ള മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഇപ്പം സരസ്വതി ക്ഷേത്രങ്ങൾ, നമ്മൾ കുട്ടികളെ കൊണ്ടുപോയി സരസ്വതി ക്ഷേത്രങ്ങൾ പ്രാർത്ഥിപ്പിക്കും. എന്തിനാണ്? അവർക്ക് നല്ല വിദ്യ ഉണ്ടാകാൻ ഒക്കെ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ വീടിനടുത്ത് ഇപ്പോൾ സരസ്വതി ക്ഷേത്രങ്ങളില്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് നല്ല വിദ്യ ഉണ്ടാകാനും കുട്ടികൾ നന്നായിട്ട് പഠിക്കാനും ഓർമ്മക്കുറവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനും ഒക്കെയായിട്ട്, അതായത് വിദ്യാദേവത തന്നെയാണ് വിഘ്നേശ്വരനും. അതുകൊണ്ട് സരസ്വതി ക്ഷേത്രങ്ങൾ പോകാൻ കഴിയാത്തവർ ആ പ്രാർത്ഥന വിഘ്നേശ്വരന് മുമ്പിൽ നടത്തുന്നത് വളരെ വളരെ നല്ലതാണ്. കാരണം അത് അതിഭയങ്കരമായ ഒരു ബുദ്ധിയുടെ ഉറവിടമാണ് വിഘ്നേശ്വരൻ. കാരണം വ്യാസഭഗവാൻ മഹാഭാരതം എഴുതിപ്പിച്ചത് ആരെ കൊണ്ടാണ്? വിഘ്നേശ്വരനെ കൊണ്ടാണ്. അപ്പം വിഘ്നേശ്വരനാണ് വ്യാസഭഗവാൻ പറഞ്ഞു കൊടുത്ത മഹാഭാരതം എന്ന് പറഞ്ഞ ആ വലിയ ഇതിഹാസം യാതൊരു തെറ്റും കൂടാതെ അർത്ഥം ഗ്രഹിച്ചെഴുതിയത്. അപ്പോൾ വ്യാസഭഗവാന് മഹാഭാരതം എഴുതേണ്ടുന്ന ഒരു സമയമായപ്പോൾ നാരദരോടാണ് ചോദിക്കുന്നത്, ഞാനിങ്ങനെ നിർത്താതെ പറഞ്ഞുകൊണ്ടേയിരിക്കും, അത് തെറ്റുകൂടാതെ നിർത്താതെ എന്നാൽ അർത്ഥം ഗ്രഹിച്ച് എഴുതാൻ പ്രാപ്തനായ ആരാണുള്ളതെന്ന് ചോദിച്ചപ്പോൾ നാരദ മഹർഷിയാണ് വിഘ്നേശ്വരനെ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ അതേപോലെ വ്യാസഭഗവാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. അത് നിർത്താതെ തിരിച്ചൊരു ചോദ്യം പോലും ചോദിക്കാതെ പൂർണ്ണമായ അർത്ഥം ഗ്രഹിച്ച് തെറ്റുകൂടാതെ എഴുതിയ ആളാണ് വിഘ്നേശ്വരൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത്യധികമായ ബുദ്ധിയും അറിവും ജ്ഞാനവുമുള്ള ആളാണ് വിഘ്നേശ്വരൻ. അപ്പോൾ സരസ്വതി ക്ഷേത്രങ്ങളിലെ പ്രാർത്ഥന ചെയ്യാൻ പറ്റുന്നില്ല, അടുത്ത് നിങ്ങൾക്ക് സരസ്വതി ക്ഷേത്രങ്ങളില്ലെങ്കിൽ അതിന് പകരമായി നിങ്ങൾക്ക് പ്രാർത്ഥിക്കാവുന്ന ഒരിടമാണ് വിഘ്നേശ്വരൻ എന്നുള്ളത്. അതേപോലെ നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും ചെയ്യുന്നതിന് മുമ്പ് വിഘ്നേശ്വരനെ പ്രാർത്ഥിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു പ്രസാദം അല്ലെങ്കിൽ ദക്ഷിണ വെച്ചിട്ട് വേണം നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്. അപ്പം ചതുർത്ഥി തിഥിയിൽ പ്രത്യേകിച്ച് ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാക്കും. തടസ്സങ്ങളൊന്നും കൂടാതെ നിങ്ങളുടെ
നമ്മുടെ കാര്യങ്ങളെല്ലാം മുമ്പോട്ട് പോകുന്നതിന് വിഘ്നേശ്വരനെ വിളിച്ചുള്ള പ്രാർത്ഥന വളരെ വളരെ പ്രധാനമാണ്. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത്, വിഘ്നേശ്വരന് എത്ര ഭാര്യമാരുണ്ട്? വിഘ്നേശ്വരൻ്റെ വിവാഹം എങ്ങനെയായിരുന്നുവെന്ന് നിങ്ങൾക്കറിയാമോ? വിഘ്നേശ്വരന് 2 ഭാര്യമാരാണുള്ളത്, ഋദ്ധിയും സിദ്ധിയും. ബ്രഹ്മാവിൻ്റെ പുത്രിമാരാണ് ഋദ്ധിയും സിദ്ധിയും. ഈ ഋദ്ധിയും സിദ്ധിയുമാണ് ഭഗവാൻ വിഘ്നേശ്വരൻ വിവാഹം കഴിച്ചത്. അതിന് മുന്നോടിയായിട്ട് ഒരു കഥയുണ്ട്. നമുക്കറിയാം, ഭഗവാൻ പരമശിവൻ്റെയും പാർവതീദേവിയുടെയും 2 പുത്രന്മാരാണ് ഭഗവാൻ വിഘ്നേശ്വരനും വേലായുധ സ്വാമിയും. അപ്പോൾ അങ്ങനെ വിഘ്നേശ്വരനും വേലായുധ സ്വാമിയും വിവാഹപ്രായം എത്തുകയാണ്. ആ സമയത്ത് ഇവരെ വിവാഹം കഴിപ്പിക്കാനായിട്ട് അച്ഛനും അമ്മയും തീരുമാനിക്കുന്നു. അങ്ങനെ ഇവർക്കതിനു മുമ്പായിട്ട് ഒരു പരീക്ഷ വെക്കാനായിട്ട് അച്ഛനും അമ്മയും തീരുമാനിക്കുന്നു. അങ്ങനെ 2 പുത്രന്മാരെയും വിളിച്ചു വരുത്തിയതിന് ശേഷം പറയുന്നു, നിങ്ങൾ വിവാഹപ്രായമായി, നിങ്ങളെ വിവാഹം കഴിപ്പിക്കാൻ, പക്ഷേ നിങ്ങൾക്ക് അതിനൊക്കെയുള്ള ഒരു പ്രാപ്തി ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ഞാനൊരു പരീക്ഷ നടത്താൻ പോവുകയാണെന്ന് പറയുന്നു. അങ്ങനെ ഇവർ സമ്മതിക്കുന്നു. എന്താണ് ആ പരീക്ഷ? ത്രിലോകങ്ങളും ചുറ്റി സഞ്ചരിച്ച് വരുന്ന ആദ്യത്തെ ആളിനെ ഞാൻ വിജയിയായിട്ട് പ്രഖ്യാപിക്കും. 3 തവണ ത്രിലോകങ്ങളും ചുറ്റി സഞ്ചരിച്ച് വരണം. അപ്പോൾ 2 പേരും സമ്മതിക്കുന്നു. പക്ഷേ വേലായുധ സ്വാമി, മുരുകസ്വാമി പ്രത്യേകമായിട്ട് പറയുന്നു, അച്ഛനും അമ്മയുമാണ്, ചിലപ്പോൾ പക്ഷഭേദം കാണിച്ചേക്കാം, അതുകൊണ്ട് 3ാമതൊരാളെ വിധികർത്താവായിട്ട് കൊണ്ടുവരണമെന്ന് പറയുന്നു. അങ്ങനെ വിധികർത്താവായിട്ട് വരുന്ന ആളാണ് നാരദർ. അപ്പോൾ അവിടെ സകല ദേവീദേവന്മാരും പ്രത്യക്ഷപ്പെടുന്നു ഈ ഒരു മത്സരം കാണുന്നതിന് വേണ്ടിയിട്ട്. അങ്ങനെ മത്സരം തുടങ്ങുകയാണ്. 2 പേര് സമ്മതിക്കുന്നു. ഉടനെ തന്നെ മയിൽവാഹനനായ സുബ്രഹ്മണ്യസ്വാമി തൻ്റെ വാഹനമായ മയിലിൻ്റെ പുറത്ത് കയറി ത്രിലോകങ്ങളും ചുറ്റി സഞ്ചരിക്കാൻ 3 തവണ വലത്ത് വെക്കാനായിട്ട് പോകുന്നു. അപ്പോഴാണ് വിഘ്നേശ്വരന് മനസ്സിലാകുന്നത്, അങ്ങനെ പോകാൻ തനിക്ക് അങ്ങനെ ഒരു വാഹനം തനിക്കില്ല. തൻ്റെ വാഹനം എന്താണ്? മൂഷികനാണ്. അപ്പോൾ അങ്ങനെ പോകാൻ കഴിയില്ല എന്ന് വിചാരിച്ച് ഒരു നിമിഷം കണ്ണടച്ച് എന്ത് ചെയ്യുന്നു? വിഘ്നേശ്വരൻ പ്രാർത്ഥിക്കുന്നു. കാരണം ആന തലയാണ്, അത്രത്തോളം ബുദ്ധിയുണ്ട് ആ തലയ്ക്കകത്ത്. കാരണം ബുദ്ധിയുടെ രാജാവാണ് വിഘ്നേശ്വരൻ. അങ്ങനെ അദ്ദേഹം കുറച്ചു നേരം കണ്ണടച്ച് ധ്യാനിച്ചതിന് ശേഷം അദ്ദേഹം എന്ത് ചെയ്യുന്നു? അമ്മയും അച്ഛനെയും 3 തവണ വലത്ത് വെക്കുന്നു. 3 തവണ വലത്ത് വെച്ചിട്ട് പറയുന്നു, എൻ്റെ ബ്രഹ്മാണ്ടമെന്ന് പറയുന്നത്, ത്രിലോകങ്ങളും എന്ന് പറയുന്നത് എൻ്റെ മാതാപിതാക്കളാണ്. മാതാപിതാക്കളെ ബഹുമാനിച്ചുകൊണ്ടല്ലാതെ മറ്റൊരു ലോകം എനിക്കില്ല. എങ്ങനെയാണോ സൂര്യന് ചുറ്റും ഉപഗ്രഹങ്ങൾ കറങ്ങുന്നത് പോലെ അമ്മയുടെയും അച്ഛൻ്റെയും ചുറ്റിനുമാണ് ഈ ലോകം തന്നെ കറങ്ങുന്നത്. ഏതൊരു മനുഷ്യനും ഈ ലോകം മുഴുവൻ സഞ്ചരിച്ചാലും അവരുടെ യഥാർത്ഥ ലോകമെന്ന് പറയുന്നത് തൻ്റെ മാതാപിതാക്കളാണ് എന്ന നിലയിൽ പറഞ്ഞ് പ്രാർത്ഥിച്ച് അച്ഛനെയും അമ്മയും നമസ്കരിക്കുന്നു. അപ്പോൾ അച്ഛനും അമ്മയ്ക്കും വലിയ സന്തോഷമുണ്ടാകുന്നു. നാരദർ അവിടെ ഇങ്ങനെ നോക്കുന്നു. എന്താണ് നാരദരെ, ഞാൻ പറഞ്ഞത് ശരിയല്ലേ എന്ന് ചോദിക്കുമ്പോൾ നാരദർക്ക് ശരിയല്ല എന്ന് പറയാൻ കഴിയുന്നില്ല. കാരണം ഏതൊരു പുത്രൻ്റെയും ഏറ്റവും വലിയ ലോകമെന്ന് പറയുന്നത് അവരുടെ മാതാപിതാക്കളാണ്. അങ്ങനെ ഭഗവാൻ വിഘ്നേശ്വരനെ വിജയിയായിട്ട് പ്രഖ്യാപിക്കുന്നു. ഈ സമയത്താണ് വേലായുധ സ്വാമി, സുബ്രഹ്മണ്യ സ്വാമി മയിലിൻ്റെ പുറത്ത് കയറി വരുന്നത്, ത്രിലോകങ്ങളും സഞ്ചരിച്ച്. അപ്പോഴാണ് ഇവിടെ വിഘ്നേശ്വരൻ വിജയിയായിട്ട് നിൽക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു വിജയം നടത്തിയത് എന്ന് ചോദിക്കുമ്പോൾ വിഘ്നേശ്വരൻ പറഞ്ഞു കൊടുക്കുന്നു, ഇങ്ങനെയാണ്, ഞാൻ ഇതാണ് ചെയ്തത് എന്നതിൻ്റെ പൊരുളുമൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. അതോടുകൂടി ഒരു ചെറിയ അഹങ്കാരം, വേലായുധ സ്വാമിയുടെ ഉള്ളിലുണ്ടായിരുന്ന ഒരു ചെറിയ അഹങ്കാരം മാറുകയും ഈ സഹോദരന്മാർ തമ്മിൽ വളരെ സ്നേഹത്തിൽ ആവുകയും ചെയ്യുന്നു. ഇതാണ് ഭഗവാന്റെ, വിഘ്നേശ്വരൻ്റെ ആ ബുദ്ധിയെ സൂചിപ്പിക്കുന്ന കഥയെന്ന് പറയുന്നത്. ഇതിൽ സംപ്രീതനായ ബ്രഹ്മാവാണ് തൻ്റെ 2 പെൺകുട്ടികളായ ഋദ്ധിയെയും സിദ്ധിയെയും ഭഗവാന് വിവാഹം കഴിച്ചു കൊടുക്കുന്നത്. അതിൽ ഋദ്ധി സമ്പത്തും സമൃദ്ധിയും നൽകുന്ന ദേവതയാണ് ഋദ്ധി എന്ന് പറയുന്നത്. സിദ്ധി എന്ന് പറയുന്നത് ആത്മീയമായ വൈദഗ്ധ്യം, അതായത് നമ്മുടെ ആത്മീയമായ പുരോഗതിക്ക് സഹായിക്കുന്ന ദേവതയാണ് സിദ്ധി എന്ന് പറയുന്നത്. ഋദ്ധി സമ്പത്തും സമൃദ്ധിയുമാണ്. അപ്പോൾ ചിലർ ഈ ഋദ്ധിക്ക് പകരം ബുദ്ധി എന്നും പറയുന്നുണ്ട്. എന്തു തന്നെയായാലും ബ്രഹ്മാവിൻ്റെ 2 പുത്രിമാരെയാണ് വിവാഹം കഴിച്ചിരിക്കുന്നത്. ഋദ്ധിയും സിദ്ധിയും എന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. ചില ബുക്കുകളിൽ ബുദ്ധി എന്ന് കണ്ടു, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതേപോലെ ഭഗവാൻ വിഘ്നേശ്വരനെ നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുമ്പം എന്തെങ്കിലും ഒരു നൈവേദ്യം വെച്ച് ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. ഓം ഗം ഗണപതിയെ നമ എന്ന് നമ്മൾ ബുധനാഴ്ച ദിവസവും ചതുർത്ഥി ദിവസവും കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് 7 മുതൽ 21 തവണ നമ്മൾ ജപിക്കുന്നത് വളരെ വളരെ നല്ലതാണ്.
അതുപോലെ ഭഗവാന്റെ പൂജയ്ക്ക്, വിഘ്നേശ്വരൻ്റെ പൂജയ്ക്ക് നമ്മൾ തുളസി ഇലകൾ ഉപയോഗിക്കാറില്ല. അത് തുളസി ദേവിക്ക് ഒരു ശാപം വിഘ്നേശ്വരിൽ നിന്നും കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നു. അതുകൊണ്ടാണ് തുളസി ഇലകൾ നമ്മൾ വിഘ്നേശ്വരൻ്റെ പൂജയ്ക്ക് ഉപയോഗിക്കാറില്ല. അക്കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഭഗവാന് തുളസി ഇലകൾ വെച്ച് പൂജിക്കരുത്. ഭഗവാൻ എന്തെങ്കിലും നൈവേദ്യങ്ങൾ വെക്കുമ്പോഴും അതിൽ തുളസി ഇല ഇട്ട് വെക്കരുത്. ഇപ്പോൾ പാൽപ്പായസമൊക്കെ ഉണ്ടാക്കി ഭഗവാന് നൈവേദ്യമായിട്ട് വെക്കുവാണെങ്കിൽ അതിൽ തുളസി ഇല ഇടണ്ട. പക്ഷേ നമ്മൾ ഭഗവാൻ നാരായണന് ഒരു പ്രസാദം വെക്കുമ്പോൾ അതിൽ നിർബന്ധമായും തുളസി ഇല ഇട്ടിട്ട് വേണം വെക്കാനായിട്ട്. വിഘ്നേശ്വരന് അങ്ങനെ ഇടണ്ട. വിഘ്നേശ്വരൻ അതല്ലാതെ വേണം നമ്മൾ വെക്കാനായിട്ട്. അപ്പോൾ ബുധനാഴ്ച ദിവസവും ചതുർത്ഥി ദിവസവും ഭഗവാനെ പ്രാർത്ഥിക്കുക. ഓം ഗംഗണപതിയെ നമയെന്ന് 7 മുതൽ 21 തവണ നിങ്ങൾ എന്ത് ചെയ്യുക? കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് പ്രാർത്ഥിക്കുക. ഭഗവാന്റെ മുഖം എപ്പോഴും കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ ദർശനമായിട്ട് വെക്കുക. വടക്ക് കിഴക്കേ മൂലയിൽ വിഘ്നേശ്വരൻ്റെ ഒരു പ്രതിമയോ ഫോട്ടോയോ വെക്കുന്നത് നമ്മുടെ വീടിന് വളരെയധികം ഐശ്വര്യത്തെ പ്രദാനം ചെയ്യും. നിങ്ങളുടെ പൂജാമുറിയിലാണെങ്കിലും അങ്ങനെ വെക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത്രയാണ് വിഘ്നേശ്വരനെ പറ്റി പറയാനുള്ളത്. നിങ്ങൾ നാളത്തെ ദിവസം തീർച്ചയായിട്ടും വിഘ്നേശ്വരനെ വിളിച്ച് പ്രാർത്ഥിക്കണം. ചതുർത്ഥി ദിവസമാണ്. അതുകൊണ്ട് എന്തെങ്കിലും ഒരു നൈവേദ്യം ഭഗവാന് വെച്ച് പ്രാർത്ഥിക്കുന്നത് വളരെ വളരെ നല്ലതാണ്. അങ്ങനെ വെച്ച് പ്രാർത്ഥിച്ചാൽ ഭഗവാൻ ഏറ്റവും കൂടുതൽ സംപ്രീതനാവും. ഒരു ശർക്കരയെങ്കിലും, ഒരു ചെറിയ കഷ്ണം ശർക്കരയെങ്കിലും നിങ്ങൾ ഭഗവാനൊന്ന് വെച്ച് പ്രാർത്ഥിക്കൂ. എല്ലാവരും അങ്ങനെ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഹരേ കൃഷ്ണ.